അസ്സലാമു അലൈക്കും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, രണ്ട് വീഡിയോ കാണാനിടയായി. ഒന്ന്, വെള്ളാപ്പള്ളി നടേശന്റെ ഫോട്ടോ വെച്ച് ആ ഡെമ്മിയാക്കി അത് ലീഗിന്റെ പ്രവർത്തകർ കത്തിക്കുന്നൊരു വീഡിയോവും, അതിനുശേഷം വെള്ളാപ്പള്ളി നടേശന്റെ അനുയായികൾ പാണക്കാട് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ വെച്ച് കോലമുണ്ടാക്കി കത്തിക്കുന്നൊരു വീഡിയോയും കണ്ടു. ആ തങ്ങളെ ഫോട്ടോ വെച്ച് അത് കത്തിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിക്ക് വല്ലാത്തൊരു വിഷമം, വല്ലാത്തൊരു പ്രയാസം, വല്ലാത്തൊരു സങ്കടവും. എത്രത്തോളം എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ ബഹുമാനിക്കണ ആദരിക്കണ വ്യക്തിത്വമാണല്ലോ. വെള്ളാപ്പള്ളി നടേശനെ ബഹുമാനിക്കുന്നവർ അപ്പുറത്തും ഉണ്ടാവും. അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചപ്പോൾ അദ്ദേഹം ഉൾക്കൊള്ളുന്ന പാർട്ടിയുടെ അണികൾ തങ്ങളെ കോലവും കത്തിച്ചു. തങ്ങളെ കോലം കത്തിച്ചപ്പോൾ ഞങ്ങളെപ്പോലത്തെ ഒരുപാട് ആളുകളെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. ആ പ്രവൃത്തി കണ്ടിട്ട് മനസ്സ് വേദനിക്കാത്ത ഒരു കൂട്ടം ആളുകൾ, തങ്ങളൊപ്പമുള്ള ആളുകളെ തന്നെ മനസ്സ് വേദനിക്കാത്തവരുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഷജറകൾ എന്ന് വിളിച്ച് കളിയാക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ഷജറകളുടെ മനസ്സിലൊക്കെ തങ്ങളെ ഫോട്ടോ വെച്ചുള്ള ആ ഡെമ്മി കത്തിക്കുന്നത് കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. കാരണം ഷജറകൾ എന്ന് നിങ്ങൾ വിളിച്ച് ആക്ഷേപിക്കുന്ന ആളുകൾ പാണക്കാട് കുടുംബത്തെയും അവിടെയുള്ള സയ്യിദുമാരെയും കാണുന്നത് ഹബീബായ മുത്ത് റസൂലിന്റെ പേരക്കുട്ടികൾ എന്നുള്ള ഒരു ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്. ഒപ്പം നടക്കുന്ന സുഹാബികൾക്ക് ചിലപ്പം അത് മനസ്സിലായിക്കോളാം. സുഹാബികൾ എന്നുള്ള നിങ്ങൾ ഒരിക്കലും അഹ്ലുബൈത്ത് എന്നുള്ള പരിഗണനയിലല്ല തങ്ങളെ ബഹുമാനിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തങ്ങന്മാരുടെയും പാണക്കാട് കുടുംബത്തിന്റെയും ആളുകളാണ് എന്ന് നടിച്ച് തങ്ങളെ വലിച്ചു മുറുക്കിക്കൊണ്ട് നിങ്ങളുടെ സ്വൽപ്പിടിക്ക് നിർത്തിക്കൊണ്ട് നിങ്ങളെ ആകുന്ന നിങ്ങൾക്ക് സ്വഹാബികൾക്ക് ചിലപ്പം വേദനിച്ചോളുന്നില്ല, സുഹാബികൾ എന്ന് വിളിക്കുന്നവർക്ക്. പക്ഷെ ഷജറകൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ആളുകൾക്ക് 99% ആളുകൾക്കും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ട്, വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അക്കോലം തങ്ങളെ പരസ്യമായി ആ ഡെമ്മി ഉണ്ടാക്കി കത്തിച്ചിട്ട് അതിനെതിരെ പാണക്കാട് കുടുംബത്തിനോട് കപട സ്നേഹം വെച്ച് വിളമ്പുന്ന ഒരാളെയും കണ്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ഞങ്ങൾ തങ്ങളുടെ ആളുകളാണ്, പാണക്കാട് കുടുംബത്തിന്റെ ആളുകളാണ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാം ഉള്ളൂ എന്ന് അണികൾക്ക് മുമ്പിൽ ഘോരഘോരം പ്രസംഗിച്ച് അഭിനയിച്ച് നടക്കുന്ന സുഹാബി പടകളുടെ ഒരുപാട് പ്രാസംഗികരെ ഓരോന്നും ഇപ്പൊ കാണാനല്ലോ. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു പ്രയാസം. ഇപ്പൊ ഈ ഒരു സമയത്ത് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ അഹ്ലുബൈത്ത് എന്ന നിലക്ക് ആ കുടുംബത്തോട് ആയത്തെ സയ്യിദുമാരെ ബഹുമാനിക്കുന്ന ആ ഒരു പരിഗണന വെച്ച് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു മോശത്തരമാവുമെന്നുള്ളൊരു ബോധത്തിന്റെ പേരിലാണ് ഈ ഒരു വീഡിയോ കൊടുക്കുന്നത്. ഒരിക്കൽ കൂടി പറയാണ്, ആ വീഡിയോ കണ്ടപ്പോൾ ഷജറകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ കളിയാക്കി മാറ്റി നിർത്തിയ ആ എല്ലാ ആളുകളുടെയും, ഷജറകളായിട്ടുള്ള ആളുകളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ട്, പ്രയാസപ്പെടുത്തിട്ടുണ്ട്. അവർ ആ കുടുംബത്തെയും അവിടുത്തെ സയ്യിദുമാരെയും കാണുന്നത് ഹബീബായ മുത്ത് റസൂലിന്റെ പേരക്കുട്ടികൾ എന്നുള്ള പരിഗണനയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ കാണുമ്പോൾ ബഹുമാനിക്കുന്നതും അവരെ കാണുമ്പോൾ അവരുടെ കൈ പിടിച്ചു മുത്തുന്നതുമെല്ലാം ആ ഒരു ബഹുമാനം കൊണ്ടാണ്. അത് കേവലം ദുനിയാവിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആള് എന്നുള്ള പരിഗണന വെച്ചുകൊണ്ടല്ല. അങ്ങനെയാണ് നിങ്ങളുടെ ബഹുമാനം. അതുകൊണ്ട് തന്നെ അതിനെതിരെ നിങ്ങൾക്കൊന്നും പറയാനും പ്രവർത്തിക്കാനുമില്ല. മറ്റുള്ള പാർട്ടിക്കാർ ചെയ്യുന്ന പ്രതിഷേധ പരിപാടി പോലെ ആകരുത് മുസ്ലിം ലീഗുകാരൻ ചെയ്യുന്ന പ്രതിഷേധ പരിപാടി. നമ്മുടെ പാർട്ടിയുടെ നിലവാരത്തിന് ഒത്തു നിൽക്കണം. ആ നിലവാരത്തിന് താഴേക്ക് പോയാൽ നമ്മളെ നയിക്കുന്നത് അഹ്ലുബൈത്താണ് എന്നുള്ളൊരു ബോധം ആ പാർട്ടിയിലുള്ള പ്രവർത്തകർക്ക് ഉണ്ടാകൽ നല്ലതാണ്. അല്ലെങ്കിൽ ഇതുപോലെ നൂറുകണക്കിന് നമ്മൾ സ്നേഹിക്കുന്ന അഹ്ലുബൈത്തിന്റെ കോലം നടു റോട്ടിലിട്ട് മറ്റുള്ളവർ കത്തിക്കുമെന്നുള്ളത് നല്ലവരായ ലീഗിന്റെ പ്രവർത്തകർ മനസ്സിലാക്കണമെന്നുള്ളതാണ്.